പ്രൈസിലോട് എല്ലാവർക്കും സ്നേഹവന്ദനം. രാവിലെ നല്ല മഴ കേട്ടോ അല്ലേ. ഞങ്ങൾ തിരുവനന്തപുരത്താണ്. അപ്പോൾ നല്ല മഴ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ ഉണ്ട്. പലയിടത്തും മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഞാൻ ഈ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്കൊരു കാര്യം ഇങ്ങനെ ഞാൻ ഈ ചിന്തിച്ചു. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിശക്തമായിട്ടുള്ള ചൂടായിരുന്നു അല്ലേ. ഒത്തിരി ചൂടായിരുന്നു, ഭയങ്കര കിടക്കാൻ കഴിയാത്ത ഭയങ്കര ചൂടായിരുന്നു. എപ്പോഴും കുളിച്ചതുപോലെ വേർത്ത് അല്ലേ, വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പാലക്കാട് ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ പിന്നെ പറയാതിരിക്കുന്നതാണ് ഭേദം. കാരണം ഒത്തിരി വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അവർ അനുഭവിച്ചു. എന്നാൽ ഇപ്പോൾ നമുക്ക് നല്ല മഴ ദൈവം തരാനൊക്കെയിടയായി. മഴ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എല്ലാവരുടെ അടുത്തും പറയാൻ തോന്നിയൊരു കാര്യം, നമ്മുടെയൊക്കെ ലൈഫിൽ രണ്ട് ഘട്ടമുണ്ടോ ഏതൊരു കാര്യത്തിനും. ഇന്ന് നീ ഒരു കഷ്ടതയാണ് സഹിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതം മൊത്തവും കഷ്ടതയാണെന്ന് നീ വിചാരിക്കരുത്. കാരണം കഷ്ടതയിൽ നിന്ന് നിനക്ക് പുറത്തു വരാനുള്ള ഒരു കാലഘട്ടം ദൈവം നിന്റെ മുമ്പിൽ വച്ചിട്ടുണ്ട്. എന്നും നിരാശയാണ്, എന്നും ദാരിദ്ര്യമാണ്, എന്നും ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒരു പക്ഷെ പലരിൽ നിന്നും കേൾക്കാറുണ്ടോ. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പരിഹാരമില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു പോംവഴിയില്ല എന്നൊക്കെ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നല്ല കാലഘട്ടങ്ങൾ ദൈവം വച്ചിട്ടുണ്ട്. നോക്കി, ഒരു ചൂടിൻ്റെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല മഴയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ചിലർ ചിന്തിക്കുക, എനിക്ക് എല്ലാ ദിവസവും മഴ മാത്രം മതി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, അത് കേരളത്തിന് വളരെ ബുദ്ധിമുട്ടാവും. കാരണം എല്ലാ ദിവസവും മഴ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തുണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാകും. ഒത്തിരി പേര് വെള്ളപ്പൊക്കത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടെന്ന സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ മാറും അല്ലേ. പക്ഷെ എല്ലാത്തിനും ഒരു അളവുണ്ട്. ഒരു സമാധാനത്തിനും ഒരു സന്തോഷത്തിനും മനുഷ്യനിൽ ഒരു അളവ് ദൈവം വച്ചിട്ടുണ്ട്. ഒരു കഷ്ടതയ്ക്ക് ദൈവം ഒരു അളവ് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാം നമ്മൾ അനുഭവിക്കണം. നമ്മൾ സന്തോഷങ്ങൾ അനുഭവിക്കണം, നമ്മൾ ഇത്തിരി കഷ്ടത സഹിക്കണം. ഇതിനൊക്കെ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും പിറുപിറുക്കരുത്, ദയവായിട്ട് ആരും പിറുപിറുക്കരുത്. വിശ്വാസത്തോടു കൂടി നിങ്ങൾ ജീവിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഒരു സമൃദ്ധിയുടെ കാലഘട്ടം തരും. നിങ്ങൾ പട്ടിണിയുടെ ഒരു കാലഘട്ടമാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഭക്ഷണം ശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടം തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളിപ്പോൾ ദാരിദ്ര്യത്തിലാണ് വളരുന്നതെങ്കിൽ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മടുത്തു പോകാതെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങൾ മുമ്പിലോട്ട് പോകണം. കർത്താവ് പുതുവഴികൾ നിങ്ങൾക്ക് വേണ്ടി വച്ചിട്ടുണ്ട്. ദൈവം അസാധാരണമായ രീതിയിൽ നിങ്ങളോട് ഇടപെടും. അതെ, നല്ലൊരു കാലാവസ്ഥ, നല്ലൊരു ക്ലൈമറ്റ് പരിശുദ്ധാത്മാവ് നമുക്ക് ഈ പകല് തരാനായിട്ടായാലോ. കർത്താവ് അനുഗ്രഹിക്കണം. നിങ്ങളുടെ ലൈഫിൽ ഇതേപോലുള്ള മാറ്റങ്ങൾ ഈ നാളുകളിൽ ഉണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും ദൈവം നിങ്ങളുടെ ലൈഫിൽ തരട്ടെ. നിങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും മുമ്പിലോട്ട് പോവുക. നിങ്ങൾക്ക് സമാധാനത്തിനൊരു കാലഘട്ടമുണ്ട്, സന്തോഷിക്കാനൊരു കാലഘട്ടമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള നിരാശകൾ മാറുന്നൊരു കാലഘട്ടമുണ്ട്. അത് നിങ്ങളുടെ വീടിൻ്റെ അകത്തുള്ള നിന്ദകൾ നീങ്ങിപ്പോകുന്നൊരു കാലഘട്ടമുണ്ട്. വിശ്വസിക്കുക, തക്ക സമയത്ത് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടും. കർത്താവ് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.